ഗോവിന്ദ. കരക്കൊട്ടിയൂരിൽ ഇളനീർ വെപ്പ് ചടങ്ങുകൾ അല്പസമയം മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചടങ്ങുകളാണ് ഇളനീർ വെപ്പും ഇളനീരാട്ടവും. സതീ വിരഹതപ്തനായ മഹാദേവൻ കുളിർമയിലേക്ക്, സാന്ത്വനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇളനീരഭിഷേകത്തോടു കൂടിയാണ്. ഒറ്റപ്പിലാവ് മലയിൽ വേട്ടയാടി നടന്ന വനവേടനായ കുറിച്യ യുവാവ് ഒറ്റപ്പിലാൻ തന്റെ അമ്പുരച്ചപ്പോൾ ആ ശിലയിൽ നിന്നുണ്ടായ രക്തപ്രവാഹം ശമിച്ചത് ഇളനീർ അഭിഷേകം ചെയ്തപ്പോഴാണ്. ആ ഐതിഹ്യത്തിന്റെയും പുരാവൃത്തത്തിന്റെയും പശ്ചാത്തലത്തില് ഭക്തജന ഹൃദയങ്ങളെ ഭക്തി നിർവൃതിയിൽ ആറാടിച്ചുകൊണ്ടുള്ള ഇളനീർ വെപ്പ് ചടങ്ങ് ഇന്ന് നടക്കുകയാണ്. മുന്നഞ്ചേരി വൈകുന്നേരം ഇളനീർക്കാവുകൾ കൊണ്ട് സമൃദ്ധമായി. പ്രാട്ടര ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തന്മാര് ഇളനീർക്കാവുകളുമായിട്ട് കൊട്ടിയൂരിലേക്ക് എത്തിച്ചേർന്നു. ആ ഇളനീർ കാവുകളാണ് അക്കരെ സന്നിധിയില് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് രാത്രി, നാളെ പുലരുന്നത് വരെ ഈ ചടങ്ങ് തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. ധാരാളം ഇളനീർ ഭക്തന്മാര് കൊട്ടിയൂർ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ പണ്ടുകാലം മുതൽ തന്നെ ഇളനീർ കാവുകൾ ധാരാളമായി കൊട്ടിയൂരിൽ എത്തിച്ചേർന്നിട്ടുള്ളതായിട്ട് ഒരു നൂറ്റാണ്ടിനപ്പുറമുള്ള പരാമർശങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചടങ്ങുകളായി ഇളനീർ വെപ്പും ഇളനീരാട്ടവും അതുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നു. മലബാറിലെ തീയ സമുദായ അംഗങ്ങളായിട്ടുള്ള ഭക്തന്മാരാണ് ഇളനീർക്കാവുകൾ എഴുന്നള്ളിച്ച് എത്തിക്കുക. ഇളനീർ വെപ്പ് ചടങ്ങിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രതിപാദനം ഉപസംഹരിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തില് കൂട്ടിച്ചേർക്കട്ടെ. ഇന്ന് വളരെ വലുതായ തിരക്കാണ് കരക്കൊട്ടിയൂരിലും ഉത്സവ നഗരിയിലും മാത്രമല്ല ഈ മലയോര പ്രദേശത്ത് ആകെ അനുഭവപ്പെട്ടത്. വാഹന കുരുക്കുകള്, ജനങ്ങള് പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഉത്സവത്തിന്റെ മാനേജ്മെന്റ്, ഉത്സവത്തിന്റെ കാര്യനിർവഹണം സംബന്ധിച്ച് കഴിഞ്ഞ വർഷം മകത്തിന് ശേഷം ഉണ്ടായ ആ അഭൂതപൂർവമായ തിരക്കിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് വേണ്ട ആസൂത്രണം നടത്തുന്നതില് ബന്ധപ്പെട്ട അധികാരികൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് ഇന്നത്തെ സാഹചര്യം നമുക്ക് മുന്നിൽ വ്യക്തമാക്കി തരുന്നത്. ഈ സാഹചര്യത്തെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്ന ഒരു കാര്യം ഈ അവസരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം അനവധാനത ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഭദ്രമാണ് എന്ന് ബന്ധപ്പെട്ട ആളുകൾ പല അവസരത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ പ്രത്യക്ഷമാകുന്ന അവസ്ഥയാണ് ഇന്നുണ്ടായത്. തീർത്ഥാടകരും ഭക്തജനങ്ങളും ദേശവാസികളുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സാഹചര്യം, ഇത്തരത്തിലുള്ള സാഹചര്യം അഭിലഷണീയമല്ല. ഈ കാര്യത്തില് അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ഈ അവസരത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഗോവിന്ദ, ഹരിഗോവിന്ദ.